കഴിഞ്ഞ ഓഗസ്റ്റ് 15 മുണ്ടക്കൈ ഗ്രാമം ആകെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും എല്ലാം ചേർന്ന് വലിയ ഘോഷയാത്ര നടത്തിയും പതാക ഉയർത്തിയും എല്ലാമായിരുന്നു ആഘോഷം. ആ ദൃശ്യങ്ങളിലുള്ള പലരും ഇന്ന് ഈ ഭൂമിയിലില്ല. കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ഒറ്റക്കെട്ടായി ആഘോഷിച്ച സ്വാതന്ത്ര്യ ദിനാഘോഷം. കയ്യിൽ ബലൂണുകൾ ഏന്തി നടക്കുന്ന കുഞ്ഞുമക്കൾ, കുട്ടികൾക്കൊപ്പം ഉറക്കെ മുദ്രാവാക്യം വിളിച്ച് രക്ഷിതാക്കളും അധ്യാപകരും. മുണ്ടക്കൈ സ്കൂളിൽ നിന്ന് തുടങ്ങി മുണ്ടക്കൈ ടൗൺ ചുറ്റി സ്കൂളിന് മുന്നിൽ ഇവർ പതാക ഉയർത്തി. കൃത്യം 10 ദിവസം കഴിഞ്ഞാൽ ഈ ദൃശ്യങ്ങൾക്ക് 1 വയസ്സ് പൂർത്തിയാകും. ഇത്തവണ ഇതുപോലെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഇതിൽ പലരുമില്ല. ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി എല്ലാ പരിപാടികളും സജീവമായി നടത്തുന്ന ഒരു നാടാണ് ഉരുൾപൊട്ടലിൽ ഇല്ലാതായത്. ഇവരെന്ന് ഘോഷയാത്ര തുടങ്ങിയ സ്കൂൾ ഇന്നൊരു പേരു മാത്രമായി. മുണ്ടക്കൈ ടൗൺ എന്നത് അപ്പാടെ ഇല്ലാതായി. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മനുഷ്യർക്കൊപ്പം പല കെട്ടിടങ്ങളും മണ്ണോടമർന്നു. ഈ വർഷം ഓഗസ്റ്റ് 15 എത്തുമ്പോൾ മരിക്കാതെ ബാക്കിയായവരെല്ലാം ഈ ദൃശ്യങ്ങൾ കണ്ട് വിതുമ്പും. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, വയനാട്.